റിനു ശ്രീധർ, സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ട് അപ്രഖ്യാപിത പവർ കട്ടും രാത്രി സമയങ്ങളിൽ പലയിടത്തും വ്യാപകമാവുകയാണ്. KSEB നൽകുന്ന വിശദീകരണം എന്താണ്? അപ്രഖ്യാപിത പവർ കട്ട് തുടരുമോ? വൈദ്യുത ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. റിനു. ദിലീപ് കുമാർ, പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലോഡ് ഷെഡിങ് ഇല്ല KSEBയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ അപ്രഖ്യാപിതമായി നിരവധി തവണ വൈദ്യുതി തടസ്സമുണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ രാത്രി ചില വീടുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എടുത്തിരുന്നു. അസഹ്യമാണ് ചൂട്, സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ. ഈ സാഹചര്യത്തിൽ വൈദ്യുതി കൂടി വലിയ രീതിയിൽ തടസ്സമുണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ പ്രാദേശിക മേഖലകളിലാണ്. 1-2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു ഈ വൈദ്യുതി തടസ്സം. അതും ഏകദേശം 11 മണിക്ക് ശേഷം 12 മണിയോടടുക്കുമ്പോൾ, അതായത് രാത്രി കുട്ടികളൊക്കെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത്. അല്പം നേരത്തെ ആയാൽ പിന്നെയും സഹിക്കാം, വീടിന് പുറത്തെങ്കിലും ഇറങ്ങിയിരിക്കാം എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. ഒപ്പം ഈ കഴിഞ്ഞ ദിവസത്തേക്കാൾ വൈദ്യുതി ഉപഭോഗത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്, മൊത്തം ഉപഭോഗത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് KSEB നൽകുന്നത്. നമുക്ക് ശനിയാഴ്ചത്തെ മൊത്തം ഉപഭോഗം കണക്ക് നോക്കുകയാണെങ്കിൽ 115 ദശലക്ഷം യൂണിറ്റാണ്. പീക്ക് സമയത്ത് അത് 5770 മെഗാവാട്ടും ആയിട്ടുണ്ട്. പക്ഷേ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ ഈ 115 എന്നുള്ളത് 108 കുറഞ്ഞിട്ടുണ്ട്. നേരിയ ഒരു കുറവ് മൊത്തം ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. 108 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയായി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം പീക്ക് സമയത്തെ ഇത് കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5770 മെഗാവാട്ട് എന്നുള്ളത് അത് 5908 മെഗാവാട്ടായി വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത് അവർ. അതായത് വൈദ്യുതി ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല, മനഃപൂർവ്വമല്ല. അത് ചില ഫീഡറുകളിൽ വരുന്ന തടസ്സമാണ്. ഒരു കാരണവശാൽ ലോഡ് ഷെഡിംഗ് ഇല്ല, ചില നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. അത് സഹകരിക്കണം ഈ വേനൽക്കാലത്ത് എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് അറിയിക്കുന്നത്. എങ്കിൽ പോലും അസഹ്യമാണ് സാഹചര്യം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ദിലീപ് കുമാർ, ചൂട് കൂടുന്നതിനിടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ടും വ്യാപകമാവുകയാണ്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ഷാരിഖ് നവാസും തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.